Hello friends, irrigation എന്ന സബ്ജക്റ്റിലെ ടെക്നിക്കൽ ടേംസ് യൂസ്ഡ് ഇൻ ഇറിഗേഷൻ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഇറിഗേഷൻ? അപ്പോൾ നാച്ചുറലി വെള്ളം അവൈലബിൾ അല്ലാത്ത സോയിൽ അല്ലെങ്കിൽ ഡ്രൈ സോയിൽ നമ്മൾ കൃഷി ചെയ്യാൻ നേരം, ക്രോപ്സ് നടാൻ നേരം ഈ ക്രോപ്സിൻ്റെ നറിഷ്മെൻറ്റിനായിട്ട് നമ്മൾ വെള്ളം ആർട്ടിഫിഷ്യലി ആഡ് ചെയ്യുന്ന മെത്തേഡ്സിനെ, ആ ഒരു സയൻസിനെയാണ് നമ്മൾ ഇറിഗേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഈ ഇറിഗേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പല മെത്തേഡ്സ് ഏതൊക്കെയാണ്? സർഫസ് ഇറിഗേഷനും സബ് സർഫസ് ഇറിഗേഷനും. അപ്പോൾ ഇറിഗേഷൻ മെത്തേഡ്സിനെ നമ്മൾ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന രണ്ട് ക്ലാസിഫിക്കേഷനാണ് സർഫസ് ഇറിഗേഷൻ ആൻഡ് സബ് സർഫസ് ഇറിഗേഷൻ. സർഫസ് ഇറിഗേഷൻ എന്ന് വെച്ചാൽ ചെടി നടുന്ന ആ ഒരു സർഫസിലാണ് നമ്മൾ വെള്ളം അപ്ലൈ ചെയ്യുന്നത്. സബ് സർഫസ് എന്ന് പറയുമ്പോൾ ആ ഗ്രൗണ്ട് ലെവലിലല്ല, ചെടികളിലെ മണ്ണിനടിയിലുള്ള റൂട്ട്സിൻ്റെ ലെവലിലായിരിക്കും വാട്ടർ നമ്മൾ ആർട്ടിഫിഷ്യലി ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സർഫസ് ആൻഡ് സബ് സർഫസ് ഇറിഗേഷൻ. ഇനി ഓരോന്നിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, അതിലേക്ക് നമുക്ക് കിടക്കാം. സർഫസ് ഇറിഗേഷൻ ക്യാൻ ബി ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു ഫ്ലോ ഇറിഗേഷൻ ആൻഡ് ലിഫ്റ്റ് ഇറിഗേഷൻ. അപ്പോൾ എന്താണ് ഫ്ലോ ഇറിഗേഷൻ? നമ്മൾ പാഡി ഫീൽഡിലൊക്കെ നമ്മൾ വെള്ളം അപ്ലൈ ചെയ്യുന്നത് ഏതെങ്കിലും ആ ഫീൽഡിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ കൂടെ നമ്മൾ വെള്ളം ഒഴുക്കി വിടുന്നു. ആ നാച്ചുറൽ സ്ലോപ്പിൽ കൂടെ തന്നെ വാട്ടർ ഗ്രാവിറ്റിയുടെ ഹെൽപ്പോട് കൂടി ഒഴുകി എല്ലാ ഭാഗത്തും എത്തുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ മെക്കാനിക്കലോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് മെത്തേഡ്സ് ഒന്നും യൂസ് ചെയ്യാത്ത ഗ്രാവിറ്റിയുടെ ഹെൽപ്പോട് കൂടി മാത്രം വാട്ടർ ഒഴുകി പ്ലാന്റ്സിനെ ഇറിഗേറ്റ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഫ്ലോ സിസ്റ്റം ഓഫ് ഇറിഗേഷൻ എന്ന് വിളിക്കുന്നത്. വെൻ ദ വാട്ടർ ഇസ് അവൈലബിൾ അറ്റ് എ ഹയർ ലെവൽ ആൻഡ് ഇറ്റ് ഇസ് സപ്ലൈ ടു ദ ലോവർ ലെവൽ ബൈ മിയർ ആക്ഷൻ ഓഫ് ഗ്രാവിറ്റി. ഇനി ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറയുമ്പോഴോ നമ്മൾ മെക്കാനിക്കൽ മീൻസിൻ്റെ ഹെൽപ്പോട് കൂടി പമ്പ് സെറ്റ് ഒക്കെ യൂസ് ചെയ്ത് താഴെയുള്ള അണ്ടർഗ്രൗണ്ട് വാട്ടറിനെ അല്ലെങ്കിൽ താഴത്തെ ലെവലിലുള്ള വാട്ടറിനെ നമ്മളൊരു ഹയർ ലെവലിലായിരിക്കും ഫീൽഡ്, അവിടേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നു. If the water is lifted up by some mechanical or manual means such as pumps, then this system of irrigation is called as lift irrigation. ഇനി ഈ ഫ്ലോ ഇറിഗേഷനെ വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പെരീനിയൽ ഇറിഗേഷൻ. എന്താണ് പെരീനിയൽ ഇറിഗേഷൻ? പെരീനിയൽ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഓർത്തോണം ത്രൂ ഔട്ട് ദ ഇയർ, അതായത് ആ ക്രോപ്പ് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പ്ലാന്റ് ക്രോപ്പ് വളരുന്ന അതിൻ്റെ ത്രൂ ഔട്ട് ക്രോപ്പ് പീരീഡ് ഉണ്ട്. അതായത് അത് നമ്മൾ സ്റ്റോ ചെയ്ത് ഹാർവെസ്റ്റ് ചെയ്യുന്ന വരെയുള്ള ത്രൂ ഔട്ട് പീരീഡ് അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദ ഇയർ നമുക്ക് വാട്ടർ അവൈലബിൾ ആണ് എങ്കിൽ അതിനെയാണ് പെരീനിയൽ ഇറിഗേഷൻ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് ഈ പെരീനിയൽ ഇറിഗേഷൻ സിസ്റ്റം നമ്മൾ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുന്നത്? ഏതെങ്കിലും ഒഴുകി പോകുന്ന റിവറിന് എതിരെ നമ്മളൊരു അതിന് അക്രോസ് ആയിട്ട് നമ്മളൊരു വിയറോ ഒരു ബറാഷോ ഒക്കെ കെട്ടിയിട്ട് അതുവഴി തടഞ്ഞു നിർത്തുമ്പോൾ ആ വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു. അവിടെ ഒരു കനാൽ കൺസ്ട്രക്ട് ചെയ്ത് ഈ വെള്ളത്തിനെ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് ഫീൽഡ്സിലേക്ക് കൊണ്ടുവന്നു. അപ്പം പെരീനിയൽ റിവർ ആണ് എങ്കിൽ ത്രൂ ഔട്ട് ദ ഇയർ നമുക്കിങ്ങനെ വാട്ടർ സപ്ലൈ എൻഷുർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെയാണ് പെരീനിയൽ ഇറിഗേഷൻ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇൻ ദ പെരീനിയൽ സിസ്റ്റം ഓഫ് ഇറിഗേഷൻ കോൺസ്റ്റൻറ്റ് ആൻഡ് കണ്ടിന്യൂസ് വാട്ടർ സപ്ലൈ ഇസ് അഷ്യൂർഡ് ടു ദ ക്രോപ്സ് in accordance with the requirement of the crop throughout the crop period. ഇവിടെ ക്രോപ്പ് പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ക്രോപ്പ് നമ്മൾ നട്ടത് സോ ചെയ്തത് തൊട്ട് ഹാർവെസ്റ്റ് ചെയ്യുന്ന വരെയുള്ള ത്രൂ ഔട്ട് ടൈം പീരീഡിനെയാണ് ക്രോപ്പ് പീരീഡ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ പെരീനിയൽ സിസ്റ്റത്തിൽ തന്നെ ഡയറക്റ്റ് ഇറിഗേഷനും ഉണ്ട്, സ്റ്റോറേജ് ഇറിഗേഷനും ഉണ്ട്. വെൻ ദ വാട്ടർ ഇസ് ഡയറക്റ്റഡ് ഇൻ ടു ദ കനാൽ ബൈ കൺസ്ട്രക്ഷൻ ഓഫ് എ വിയർ ഓർ എ ബറാഷ് അക്രോസ് ദ റിവർ ഇറ്റ് ഇസ് കോൾഡ് ഡയറക്റ്റ് ഇറിഗേഷൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കൂട്ട് നമ്മളൊരു ഒഴുകുന്ന ഒരു പെരീനിയൽ റിവറിന് അക്രോസ് ആയിട്ടൊരു വിയറോ ഒരു ബറാഷോ ഒക്കെ കെട്ടിയിട്ട് കനാൽ സിസ്റ്റം വഴി ഈ വെള്ളത്തിനെ ഡൈവേർട്ട് ചെയ്ത് സപ്ലൈ ചെയ്യുവാണെങ്കിൽ അതിനെ ഡയറക്റ്റ് ഇറിഗേഷൻ എന്നാണ് പറയുന്നത്. എന്നാൽ ഫ്ലഡ് വരുമ്പോഴോ അല്ലെങ്കിൽ വെള്ളം ഒഴുക്ക് കൂടുതലുള്ള സമയത്ത് ഈ വാട്ടറിനെ നമ്മൾ കളക്ട് ചെയ്ത് എവിടെയെങ്കിലും കെട്ടി നിർത്തുവാണ്. സ്റ്റോർ ചെയ്തതിന് ശേഷം സമയാസമയങ്ങളിൽ അത് നമ്മൾ നമ്മുടെ ഫീൽഡുകളിലേക്ക് അല്ലെങ്കിൽ ക്രോപ്പ് വളരുന്നിടത്തേക്ക് സപ്ലൈ ചെയ്യുവാണെങ്കിൽ അതിനെ സ്റ്റോറേജ് ഇറിഗേഷൻ എന്നാണ് വിളിക്കുന്നത്. അതായത് വെള്ളം നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് പിന്നീട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. But if a dam is constructed across the river to store water during monsoons so as to supply water in the off-taking channels during periods of low flow, then it is termed as storage irrigation. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് പുഴയിൽ നിന്ന് കനാൽ സിസ്റ്റം വഴി നമ്മൾ ഒഴുക്കി ഫീൽഡിലേക്ക് വിടുവാണെങ്കിൽ അത് ഡയറക്റ്റ് ഇറിഗേഷനും, അത് കുറച്ച് നാളത്തേക്ക് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്തതിന് ശേഷം പിന്നീട് വാട്ടർ ലെവൽ കുറയുന്ന സമയത്ത് ഇത് നമ്മൾ ഫീൽഡിലേക്ക് സപ്ലൈ ചെയ്യുവാണെങ്കിൽ അതിനെ സ്റ്റോറേജ് ഇറിഗേഷൻ എന്നും വിളിക്കും. ഇനി ഫ്ലഡ് ഇറിഗേഷൻ ഓർ ഇനൻഡേഷൻ ഇറിഗേഷൻ എന്താണ്? ഈ ഫ്ലഡ് എന്നുള്ള പേര് കേൾക്കുമ്പോഴേ ഓർത്തോണം വെള്ളം അധികമുള്ള സമയത്ത്, അതായത് ഫ്ലഡ് വരുന്ന സമയങ്ങളിൽ മോൺസൂൺ കാലങ്ങളിൽ അപ്പോഴേക്കും അധികം വെള്ളം നമുക്ക് അവൈലബിൾ ആണ്. ഈ വെള്ളത്തിനെ സ്റ്റോർ ചെയ്തിട്ട് പിന്നീട് നമ്മൾ ഇറിഗേഷനായിട്ട് യൂസ് ചെയ്യുന്നു. ഇൻ ദിസ് മെത്തേഡ് ഓഫ് ഇറിഗേഷൻ സോയിൽ ഇസ് കെപ്റ്റ് സബ്മേർജ്ഡ് ആൻഡ്
thorough saturation and through thorough saturation of the land is made possible. അതായത് വെള്ളം നമ്മൾ ഈ സ്റ്റോർ ചെയ്ത വെള്ളം നമ്മൾ പിന്നീട് സോയിലിലേക്ക് ഫീൽഡിലേക്ക് ഒഴുക്കി വിട്ടിട്ട് അതിനെ കെട്ടി നിർത്തി തറോ ആയിട്ട് ആ ലാൻഡ് സാച്ചുറേറ്റഡ് ആണ് എന്ന് ഉറപ്പുവരുത്തുന്നു. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇറിഗേഷനാണ് ഫ്ലഡ് ഇറിഗേഷൻ ഓർ ഇനൻഡേഷൻ ഇറിഗേഷൻ. ഇനി അടുത്ത നമ്മൾ സർഫസ് ഇറിഗേഷനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ സർഫസ് ഇറിഗേഷനും മെൻഷൻ ചെയ്തിരുന്നു. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഇറിഗേഷൻ വാട്ടർ ഡസ് നോട്ട് വെറ്റ് ദ സോയിൽ സർഫസ്. സോയിലിൻ്റെ സർഫസിനെ നനയ്ക്കുന്നില്ല, പകരം പ്ലാന്റ്സിൻ്റെ റൂട്ട് സോണിലാണ് വാട്ടർ അപ്ലൈ ചെയ്യുന്നത്. ദ അണ്ടർഗ്രൗണ്ട് വാട്ടർ നറിഷസ് ദ പ്ലാന്റ് റൂട്ട്സ് ബൈ കാപ്പിലാരിറ്റി. ഇറ്റ് മേ ബി ഡിവൈഡഡ് ഇൻ ടു ദ ഫോളോയിങ് 2 types. ഇനി സബ് സർഫസ് ഇറിഗേഷനും വീണ്ടും 2 ടൈപ്പ് ഉണ്ട്. നാച്ചുറൽ സബ് ഇറിഗേഷൻ, നാച്ചുറലായിട്ട് ഒന്നുകിൽ മഴവെള്ളം വഴിയാകാം, അല്ലെങ്കിൽ നമ്മൾ ഒഴുകി വരുന്ന വെള്ളം വഴിയാകാം. ഇത് നാച്ചുറലായിട്ട് കാപ്പിലറി ആക്ഷൻ വഴി ഗ്രൗണ്ടിൻ്റെ ലെവലിലേക്ക് റൂട്ട് ലെവലിലേക്ക് താഴേക്ക് ഒഴുകിപ്പോയി റൂട്ട്സിനെ ആ ഒരു വാട്ടർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് നാച്ചുറൽ സബ് ഇറിഗേഷനാണ്. When underground irrigation is achieved simply by natural processes without any additional effort, it is called natural subsurface irrigation. ഇനി ആർട്ടിഫിഷ്യൽ സബ് ഇറിഗേഷൻ എന്ന് വെച്ചാലോ, നമ്മളൊരു ചെറിയ പൈപ്പ്സ് ഒക്കെ ഈ ഗ്രൗണ്ട് ലെവലിന് താഴെ റൂട്ട് സോണിനടുത്തായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ പൈപ്പ്സ് ലേ ചെയ്ത് അതുവഴി നമ്മൾ വാട്ടർ അപ്ലൈ ചെയ്യുവാണെങ്കിലാണ് അതിനെ ആർട്ടിഫിഷ്യൽ സബ് സർഫസ് ഇറിഗേഷൻ എന്ന് വിളിക്കുന്നത്. When a system of open jointed drains is artificially laid below the soil so as to supply water to the crops by capillarity, then it is known as artificial sub irrigation. ഇത് കുറച്ച് കോസ്റ്റ്ലി പ്രോസസ്സാണ്. കാരണം നമ്മൾ മണ്ണ് എക്സ്കവേറ്റ് ചെയ്യണം, ഈ പൈപ്പ് ലൈൻസ് ലേ ചെയ്യണം, ഇതിൽ ബ്ലോക്കേജ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അത്ര കോമൺ ആയിട്ട് യൂസ് ചെയ്യാറില്ല. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ ഫാമിങ്ങിനായിട്ട് ഈ ക്രോപ്സിലേക്ക് വാട്ടർ അപ്ലൈ ചെയ്യുന്ന ടെക്നീക്സ്, അതിൻ്റെ പേരുകളോട് ഒന്ന് അറിഞ്ഞിരിക്കണം. ആദ്യത്തേത് ഫ്രീ ഫ്ലഡിങ് മെത്തേഡ്. അപ്പോൾ ആദ്യം നമ്മൾ പാഡി ഫീൽഡ്സിൻ്റെ കേസിൽ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ ആ ഒരു ഫീൽഡിൽ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ കൂടെ നമ്മൾ ഓപ്പണിങ്ങിൽ കൂടെ വെള്ളം സപ്ലൈ ചെയ്യുന്നു, അത് ഗ്രാവിറ്റിയുടെ ഹെൽപ്പോടുകൂടി എല്ലായിടത്തും ഒഴുകി എത്തുന്നു. അതിനെയാണ് നമ്മൾ ഫ്രീ ഫ്ലഡിങ് എന്ന് വിളിക്കുന്നത്. Ditches are excavated in the field and they may be either on the contour or up and down the slope. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫ്രീ ഫ്ലഡിങ് വഴി വെള്ളം ഒഴുക്കുന്ന നേരം നമ്മൾ ഈ ഫീൽഡുകൾ അതിൻ്റെ ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്യുന്നത് കോണ്ടൂറിൻ്റെ ബേസിസിലാണ്. കോണ്ടൂർ എന്ന് പറയുന്നത് ഒരേ എലിവേഷനുള്ള പോയിൻറ്റ്സിലായിരിക്കും നമ്മൾ ഈ ഡിച്ചസ്, വെള്ളം ഒഴുകി വരുന്ന ഡിച്ചസ് പ്ലാൻ ചെയ്യുന്നത്. എന്നിട്ട് അതിൽ നിന്ന് താഴേക്കുള്ള ലെവലിലേക്ക് ഈ ഫീൽഡ്, അതിൽ നിന്ന് താഴെ ലെവലിലുള്ള ഫീൽഡിലേക്ക് ഈ വെള്ളം ചെറിയ ഓപ്പണിങ്സ് വഴി ഒഴുകി വരുന്നു. Water from these ditches flow across the field. After water leaves the ditches, no attempt is made to control the flow. അങ്ങനെ ഫ്രീ ആയിട്ട് തന്നെ ഈ വെള്ളത്തിന് ഒഴുകാവുന്നുണ്ട്, ഗ്രാവിറ്റിയുടെ ഹെൽപ്പോടുകൂടി ഒഴുകുന്നതുകൊണ്ട് തന്നെ ഇതിനെ വൈൽഡ് ഫ്ലഡിങ് എന്നും വിളിക്കാറുണ്ട്. വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി ഈസ് ലോ, കാരണം നമുക്ക് ഒരുപാട് ഇവോപ്പറേഷൻ ലോസസ് ഒക്കെ ഇതുവഴി ഉണ്ടാകാം. Wild flooding is most suitable for close growing crops, pastures, etc. അതായത് അടുപ്പിച്ചടുപ്പിൽ നമ്മൾ ചെടികൾ നടുമ്പോഴാണ് ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. കോണ്ടൂർ ഡിച്ചസ് ആർ കോൾഡ് ലാറ്ററൽസ് ഓർ സബ്സിഡറി. ഈ കോണ്ടൂർ ഡിച്ചസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ വെള്ളത്തിൻ്റെ സപ്ലൈ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കുഴികളുണ്ടല്ലോ, ഡിച്ചസ്, അത് നമ്മൾ പറഞ്ഞു കോണ്ടൂറിന്, അതായത് ഒരേ എലിവേഷൻ ലെവലുള്ള പോയിന്റ്സിൽ കൂടെ ആയിരിക്കും ഈ ഡിച്ചസ് പോകുന്നതെന്ന്. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ലാറ്ററൽസ് ഓർ സബ്സിഡറി. ഇവിടെ ഫിഗറിൽ കാണാം, ഇതൊരു പാഡി ഫീൽഡാണ്. ഈ ഒരു പർട്ടിക്കുലർ ഫ്രീ ഫ്ലഡിങ് മെത്തേഡാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതേപോലത്തെ ഒരേ പോയിന്റ്സിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ലാറ്ററൽസിൽ കൂടെയാണ് നമ്മൾ വാട്ടർ ഈ ഫീൽഡിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഓരോ പോയിന്റിലും ഓപ്പണിങ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അവിടുന്ന് ഈ ഫീൽഡ്, ഇത്ര ഏരിയയാണ് ഫീൽഡ് വരുന്നത്, അവിടേക്ക് ഈ വെള്ളം ഒഴുകി ഇറങ്ങുന്നു. അടുത്തത് ബോർഡർ ഫ്ലഡിങ് മെത്തേഡ് അല്ലെങ്കിൽ ബോർഡർ സ്ട്രിപ്പ് മെത്തേഡ്. ഈ ഒരു മെത്തേഡിൽ ആ മൊത്തം ഫീൽഡിനെ നമ്മൾ പല സ്ട്രിപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സ്ട്രിപ്പിൻ്റെയും ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് വെള്ളം ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത്. ഇതും ഗ്രാവിറ്റിയുടെ ഹെൽപ്പോട് കൂടി തന്നെ ഒഴുകി അപ്പുറത്തെ അറ്റത്തേക്ക് എത്തുന്നു. ഇനി ഇങ്ങനെ നമ്മൾ ബോർഡർ സ്ട്രിപ്പ് മെത്തേഡ് പ്രൊവൈഡ് ചെയ്യാൻ നേരം ഇപ്പോൾ ഇവിടെ ഈ ഒരു ഫിഗറിൽ കാണാം, പല സ്ട്രിപ്സ് ആയിട്ട് ഈ ഒരു പർട്ടിക്കുലർ ഫീൽഡ് ഏരിയ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ത്രൂ ഔട്ട് ഒരേ, നമ്മൾ വിഡ്ത്ത് നോക്കുവാണെങ്കിൽ ഒരേ ലെവലിലായിരിക്കും വിഡ്ത്ത് വൈസ് വരുന്നത്. പക്ഷേ വെള്ളം ഒഴുകി വരാൻ നമുക്കൊരു സ്ലോപ്പ് വേണ്ടതുകൊണ്ട് തന്നെ മുകളിലത്തെ പോർഷൻ ഒരു ഹയർ, അല്ലെങ്കിൽ നമ്മൾ വെള്ളം സപ്ലൈ ചെയ്യുന്ന പോർഷൻ ഒരു ഹയർ ലെവലിലും താഴത്തെ പോർഷൻ ഒരു കുറച്ചുകൂടെ താഴെ എലിവേഷനുള്ള ഒരു പോയിന്റും ആയിരിക്കും.
In this border strip flooding method, farm is divided into a series of strips. To irrigate, water is turned from the supply ditch onto the head of the border. Surface is essentially level between two borders so that advancing sheet of water covers the entire width of the strip. അടുത്തത് ചെക്ക് ഫ്ലഡിങ്. ചെക്ക് ഫ്ലഡിങ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഫിഗറിൽ കാണുന്ന കൂട്ട് നമുക്ക് ഇറിഗേറ്റ് ചെയ്യേണ്ട ലാൻഡ് ഇതേപോലെ ചെറിയ ടെമ്പററി ബണ്ടൊക്കെ കെട്ടിയിട്ട് പല ചെറിയ ചെറിയ പ്ലോട്ട്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു, അതിൽ കൂടെ വെള്ളം ഒഴുക്കി വിടുന്നു. Check flooding is similar to ordinary flooding except that water is controlled by surrounding the check area with low and flat levees. ഈ ബണ്ടുകൾ കെട്ടി നമ്മൾ പല ഏരിയ ആയിട്ട് പല ബ്ലോക്സ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വെള്ളം ഒഴുക്കി വിടുന്നത്. അപ്പോൾ അതാണ് ചെക്ക് ഫ്ലഡിങ്. ഇനി ബേസിൻ ഫ്ലഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി ഈ തെങ്ങും പറമ്പിലൊക്കെ അതുപോലെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഓർച്ചേർഡ്സൊക്കെ വളർത്താൻ നേരം ക്രോപ്പിംഗ് ചെയ്യാൻ നേരമൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഇറിഗേഷൻ മെത്തേഡാണ് ഈ ബേസിൻ ഫ്ലഡിങ്. ഇപ്പോൾ ഇവിടെ ഫിഗറിൽ കാണാം, നമ്മളൊരു ഡിച്ച് പ്രൊവൈഡ് ചെയ്യും, അതിൽ കൂടെ വെള്ളം ഒഴുക്കി ഓരോ മരത്തിൻ്റെയും താഴെ ഈ വെള്ളം ഒഴുകി പോകുന്ന രീതിയിൽ ഒരു ചെറിയൊരു എക്സ്കവേഷൻ ചെയ്തു കൊടുക്കുന്നു, അതിലേക്ക് വെള്ളം ഒഴുകി വരുന്നു. ഇതും ഗ്രാവിറ്റിയുടെ ഹെൽപ്പോട് കൂടി തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഓരോ മരത്തിൻ്റെ അടിയിൽ ഇതേപോലെ വെള്ളം ഒഴുകി വരുന്ന രീതിയിൽ പ്രത്യേക ഒരു റിംഗ് ബേസിൻ പോലെ കെട്ടിയിട്ട് അവിടെ വെള്ളം ഒഴുകി വരുന്ന രീതിയിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബേസിൻ ഫ്ലഡിങ് മെത്തേഡ് ഓഫ് ഇറിഗേഷൻ എന്ന് വിളിക്കുന്നത്. ബേസിൻ ഫ്ലഡിങ് ഇസ് എ സ്പെഷ്യൽ ഫോം ഓഫ് ചെക്ക് ഫ്ലഡിങ് അഡാപ്റ്റഡ് ടു ഓർച്ചേർഡ്സ്. അപ്പോൾ ഇതൊരു കീവേഡാണ്. ഇത് 1-2 പ്രാവശ്യം ചോദിച്ചപ്പോഴും ഓർച്ചേർഡ് ഫാമിങ്ങിന് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇറിഗേഷൻ ഏതാണ് എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓർത്തോണം. ഓർച്ചേർഡ്സിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ബേസിൻ ഫ്ലഡിങ് ആണ്. അടുത്തത് ഫറോ ഇറിഗേഷൻ മെത്തേഡ്. ഫറോ ഇറിഗേഷൻ മെത്തേഡിൽ ഈ ഒരു ഫിഗറിൽ കാണുന്ന കൂട്ട് തന്നെ നമ്മൾ നീളത്തിൽ തിന്നായിട്ടുള്ള സ്ട്രിപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇടയ്ക്കുള്ള പോർഷൻ ക്രോപ്പ് വളരാത്ത അല്ലെങ്കിൽ ക്രോപ്പ് നടാത്ത ഇടയ്ക്കുള്ള പോർഷനിൽ നമ്മൾ ഡിച്ചസ് ക്രിയേറ്റ് ചെയ്യും, ഫറോസ് എന്ന് വിളിക്കും. അതിലാണ് ഈ വെള്ളം സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡിച്ചിൽ കൂടെ ഒഴുകുന്ന അല്ലെങ്കിൽ ഒരു ഫറോയിൽ കൂടെ ഒഴുകുന്ന വെള്ളം രണ്ട് സൈഡിലുള്ള ക്രോപ്സിലേക്ക് വാട്ടർ സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ മെത്തേഡ്, അതും വളരെ കോമൺ ആണ്, നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. സ്പ്രിങ്ക്ലേഴ്സ് യൂസ് ചെയ്ത് വാട്ടർ സപ്ലൈ ചെയ്യുന്നതാണ് സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ മെത്തേഡ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഓൾ ടൈപ്സ് ഓഫ് സോയിൽസ് ആൻഡ് ഫോർ വൈഡ്ലി ഡിഫറെൻറ്റ് ടോപ്പോഗ്രഫീസ് ആൻഡ് സ്ലോപ്സ്. അവസാനത്തേത് ഡ്രിപ്പ് ഇറിഗേഷൻ. ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ സബ് സർഫസ് ഇറിഗേഷൻ പറഞ്ഞിരുന്നല്ലോ, ഏകദേശം അതുകൂട്ട് തന്നെയാണ്. അതായത് പ്ലാന്റ്സിൻ്റെ റൂട്ട് സോണിലേക്ക് വാട്ടർ ഇറ്റിട്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഓഫ് ഇറിഗേഷനാണ് ഈ ഡ്രിപ്പ് ഇറിഗേഷൻ. ഏറ്റവും എഫക്റ്റീവായുള്ള ഒരു സിസ്റ്റം ഓഫ് ഇറിഗേഷൻ ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ദ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം. കാരണം ഈ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിൽ നമുക്ക് ഇവാപ്പറേഷൻ ലോസോ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. റൂട്ട് സോണിലേക്ക് തന്നെ കറക്റ്റായിട്ട് ആവശ്യത്തിന് വെള്ളം എത്തുകയും ചെയ്യും. ഡ്രിപ്പ് ഇറിഗേഷൻ, ഓൾസോ കോൾഡ് ട്രിക്കിൾ ഇറിഗേഷൻ. It is the latest field irrigation technique and is meant for adoption at places where there exists acute scarcity of irrigation water and other salt problems. ഇപ്പം വാട്ടർ സ്കാർസിറ്റി ഉള്ള ഏരിയാസിലൊക്കെ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഇറിഗേഷൻ സിസ്റ്റമാണ്. കാരണം നേരത്തെ പറഞ്ഞുകൊണ്ട് ലോസുകൾ വരുന്നത് വളരെ കുറവാണ്. In this method, water is slowly and directly applied to the root zone of the plants, thereby minimizing the losses by evaporation and percolation. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത ടൈപ്സ് ഓഫ് ഇറിഗേഷൻ ആയിരുന്നു. അപ്പോൾ അതിൽ സർഫസ് പറഞ്ഞു, സബ് സർഫസ് ഇറിഗേഷൻ മെത്തേഡ്സ് പറഞ്ഞു. സർഫസ് മെത്തേഡ്സിന് തന്നെ 2 ക്ലാസിഫിക്കേഷൻ, ഫ്ലോയ്, ലിഫ്റ്റ്, പിന്നെ ബാക്കി സബ് ക്ലാസിഫിക്കേഷൻസ് അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ടൈപ്സ് ഓഫ് ഇറിഗേഷൻസ് ഇപ്പം നേരത്തെ തൊട്ട് ബേസിൻ ഇറിഗേഷൻ, അതേപോലെ ഫറോ ഇറിഗേഷൻ, അങ്ങനെ പല മെത്തേഡ്സും പറഞ്ഞു. അപ്പോൾ ഓരോന്നും എങ്ങനത്തെ ടൈപ്പ് അല്ലെങ്കിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നതൊന്ന് നോക്കി വെച്ചേക്കണം. ഇനി നമ്മുടെ മെയിൻ പോർഷനായ ടെക്നിക്കൽ ടേംസ് ഇൻ ഇറിഗേഷനിലേക്ക് വരാം. ആദ്യത്തേത് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ. നമ്മൾ ചെടിക്ക് അല്ലെങ്കിൽ ഏതൊരു മെറ്റീരിയൽ ആയാലും നമ്മളൊന്ന് ഓവൻ ഡ്രൈ ചെയ്തിട്ട്, ഇപ്പം നമ്മൾ കുറച്ച് സ്റ്റോൺസ് എടുത്തു അല്ലെങ്കിൽ കുറച്ച് സോയിൽ പാർട്ടിക്കിൾസ് എടുത്തെന്ന് വെച്ചു, നമ്മളൊന്ന് ഓവൻ ഡ്രൈ ചെയ്തു. ഓവൻ ഡ്രൈ ചെയ്തതിന് ശേഷം നമ്മളത് പുറത്ത് അറ്റ്മോസ്ഫിയറിൽ എക്സ്പോസ്ഡ് ആയിട്ട് വെക്കുകയാണ് എങ്കിൽ നാച്ചുറലി അറ്റ്മോസ്ഫിയറിലുള്ള മോയ്സ്ചറിനെ ഇത് അബ്സോർബ് ചെയ്ത് ഈ സോയിൽ പാർട്ടിക്കിൾസിന് ചുറ്റും ഒരു കോട്ടിംഗ്, ഒരു ലെയർ പോലെ അത് ക്രിയേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്ന് പറയുന്നത്. ഈ ഹൈഗ്രോസ്കോപ്പിക് വാട്ടറിൻ്റെ ലെയർ ഈ സോയിലിൻ്റെ മോളിക്കുലർ ലെവലിൽ തന്നെ കെമിക്കലി ബോണ്ടഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ റിമൂവ് ചെയ്യുന്നത് അത്ര എളുപ്പമല്ല. അതിനെയാണ് നമ്മൾ ഹൈഡ്രോസ്കോപ്പിക് വാട്ടർ എന്ന് വിളിക്കുന്നത്. ഈ ഒരു ഫിഗറിൽ കാണാം, നമ്മുടെ സോയിൽ പാർട്ടിക്കിൾസിന് ചുറ്റും ഒരു ചെറിയ തിൻ ലെയറായിട്ട് ഇങ്ങനെ ബോണ്ട് ചെയ്ത് നിൽക്കുന്ന ലെയർ ഓഫ് വാട്ടറിനെയാണ് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ ക്രോപ്പ്
അല്ലെങ്കിൽ നമ്മൾ ചെടികൾ ഇറിഗേറ്റ് ചെയ്യുന്ന നേരം ഈ ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ ആയിട്ട് ഈ സോയിൽ പാർട്ടിക്കിൾസിന് ചുറ്റും നിൽക്കുന്ന വെള്ളത്തിനെ ക്രോപ്സിന് അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് ക്രോപ്സിൻ്റെ വളർച്ചയ്ക്കായിട്ട് ഈ ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ യൂസായി വരുന്നില്ല. അടുത്തത് കാപ്പിലറി വാട്ടർ. കാപ്പിലറി വാട്ടർ എന്ന് പറയുമ്പോൾ ഈ ഹൈഗ്രോസ്കോപ്പിക് വാട്ടറിൻ്റെയും പുറമെ വരുന്ന ഒരു ലെയറാണ് ഈ കാപ്പിലറി വാട്ടർ. ഇത് ഈ സോയിൽ പാർട്ടിക്കിൾസിൻ്റെ പോർസിൻ്റെ ഇടയ്ക്കൊക്കെ ഫില്ലാവുന്ന വെള്ളമാണ് ഈ കാപ്പിലറി വാട്ടർ. കാപ്പിലറി വാട്ടർ ചെടികൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ വലിച്ചെടുക്കാൻ പറ്റും. അതായത് ക്രോപ്സിൻ്റെ വളർച്ചയ്ക്കായിട്ട് ഈ കാപ്പിലറി വാട്ടറിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഇസ് ദാറ്റ് പാർട്ട് ഇൻ എക്സസ് ഓഫ് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ വിച്ച് എക്സിസ്റ്റ് ഇൻ ദ പോർ സ്പേസ് ഓഫ് ദ സോയിൽ ബൈ മോളിക്കുലർ അട്രാക്ഷൻ. അടുത്തത് ഗ്രാവിറ്റേഷണൽ വാട്ടർ. ഗ്രാവിറ്റേഷണൽ വാട്ടർ എന്ന് പറയുന്നത് ഇതിനും പുറമെ, അതായത് ആദ്യം ഹൈഗ്രോസ്കോപ്പിക് ലെയർ വന്നു, അത് കഴിഞ്ഞൊരു കാപ്പിലാരിറ്റി ലെയർ വന്നു, അത് കഴിഞ്ഞ് അതിനും പുറമെ എക്സസ് ആയിട്ട് വരുന്ന വെള്ളത്തിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ വാട്ടർ എന്ന് പറയുന്നത്. ഈ ഗ്രാവിറ്റേഷണൽ വാട്ടർ ഒരു രീതിയിലും സോയിൽ പാർട്ടിക്കിൾസ് ആയിട്ടോ എങ്ങും അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ഡ്രെയിനേജ് നമ്മൾ സോയിലിന് കൊടുക്കുകയാണെങ്കിൽ ഇതിന് ഒഴുകി പോകാൻ പറ്റും. It is that part in excess of hygroscopic and capillarity water which will move out of the soil if favorable drainage is provided. അപ്പോൾ ഈ 3 ടേംസ് ഓർത്തോണം. ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ സോയിൽ പാർട്ടിക്കിൾസിന് ചുറ്റും ലെയർ ആയിട്ട് ഫോം ചെയ്യുന്നു, അത് ഈസിലി പ്ലാന്റ്സിന് വലിച്ചെടുക്കാൻ പറ്റില്ല. കാപ്പിലറി വാട്ടർ പ്ലാന്റ്സിന് വേണമെങ്കിൽ വലിച്ചെടുക്കാൻ പറ്റും. ഗ്രാവിറ്റേഷണൽ വാട്ടർ ആണെങ്കിൽ ഡ്രെയിനേജ് നമ്മൾ ആവശ്യത്തിന് പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ അതങ്ങ് ഒഴുകി പോവുകയും ചെയ്യും. അടുത്ത ടേം ഖാരിഫ് സീസണും റാബി സീസണും. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിന്റ്സ് ആണ്. എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതുമാണ്. ഖാരിഫ് സീസൺ, റാബി സീസൺ, അത് ഏത് മാസം തൊട്ട് ഏത് മാസം വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. Kharif season is a season in which crops are sown by the beginning of southwest monsoon and harvested in autumn. അതായത് ഏപ്രിൽ തൊട്ട് സെപ്റ്റംബർ വരെ, ഏപ്രിലിൽ നമ്മൾ സോ ചെയ്ത് സെപ്റ്റംബറിൽ ഹാർവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ക്രോപ്പിംഗ് സീസണെയാണ് നമ്മൾ ഖാരിഫ് സീസൺ എന്ന് വിളിക്കുന്നത്. റാബി സീസൺ എന്ന് വിളിക്കുന്നത് നേരെ തിരിച്ചു. അതായത് സെപ്റ്റംബറിൽ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത ഒക്ടോബറിൽ നമ്മൾ സീഡ്സ് അല്ലെങ്കിൽ ക്രോപ്പ് സോ ചെയ്ത് മാർച്ചിൽ ഹാർവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ക്രോപ്പിംഗ് സീസണെയാണ് നമ്മൾ റാബി സീസൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ഈ ഖാരിഫ് സീസണും റാബി സീസണുമാണ് ക്രോപ്പിംഗിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. 2 സീസണാണ്. ത്രൂ ഔട്ട് ദ ഇയർ നമ്മൾ ഒരേ പ്ലാന്റ്സ് നല്ല സോ ചെയ്യുന്നത്. റാബി സീസണിൽ പർട്ടിക്കുലർ ക്രോപ്സും ഖാരിഫ് സീസണിലും മറ്റ് പർട്ടിക്കുലർ ക്രോപ്സുമാണ്. അപ്പോൾ ഇത് ഏത് മാസം തൊട്ട് ഏത് മാസം വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്നത് അറിഞ്ഞിരിക്കണം. റാബി സീസൺ വരുന്നത് ഒക്ടോബർ ടു മാർച്ചും ഖാരിഫ് സീസൺ വരുന്നത് ഏപ്രിൽ ടു സെപ്റ്റംബർ. ഇനി ക്രോപ്പ് റേഷ്യോ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ദ ഏരിയ ഓഫ് റേഷ്യോ ഓഫ് ദ ഏരിയ ഇറിഗേറ്റഡ് ഇൻ റാബി സീസൺ ടു ദ ഏരിയ ഇറിഗേറ്റഡ് ഇൻ ഖാരിഫ് സീസൺ ഇസ് കോൾഡ് ക്രോപ്പ് റേഷ്യോ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ റാബി സീസണിൽ എത്ര ഏരിയ നമ്മൾ എത്ര ഹെക്ടർ കൾട്ടിവേറ്റ് ചെയ്തു ഡിവൈഡഡ് ബൈ ഖാരിഫ് സീസണിൽ എത്ര ഹെക്ടർ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്തു, അതിൻ്റെ ഒരു റേഷ്യോനെയാണ് നമ്മൾ ക്രോപ്പ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. അടുത്തത് ഡ്യൂട്ടി ആൻഡ് ഡെൽറ്റ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. ഡ്യൂട്ടി എന്ന് പറയുന്നത് ഡ്യൂട്ടി റെപ്രസെൻറ്റ്സ് ഇറിഗേഷൻ കപ്പാസിറ്റി ഓഫ് എ യൂണിറ്റ് ഓഫ് വാട്ടർ. അതായത് ഒരു മീറ്റർ ക്യൂബ് വാട്ടർ, ഒരു ക്യൂമെക് എന്ന് വെച്ചാൽ ക്യൂബിക് മീറ്റർ, 1 മീറ്റർ ക്യൂബ് വാട്ടർ നമ്മൾ ഫീൽഡിലേക്ക് സപ്ലൈ ചെയ്തു. അത് വെച്ച് നമുക്ക് എത്രത്തോളം ഏരിയ ഉള്ള ക്രോപ്സിനെ നമുക്ക് അതിൻ്റെ ത്രൂ ഔട്ട് ക്രോപ്പ് പീരിയഡിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഡ്യൂട്ടി എന്ന ടേം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ദ മെച്ചുവറിംഗ് കപ്പാസിറ്റി ഓഫ് 1 cubic of irrigation water when it is supplied to the crop continuously throughout its base period. ടെക്നിക്കലി അതിൻ്റെ ഡെഫിനേഷൻ പറയുമ്പോൾ ഡ്യൂട്ടി ഈസ് ദ ഇറിഗേഷൻ കപ്പാസിറ്റി ഓഫ് 1 unit of water. ഒരു യൂണിറ്റ് വാട്ടർ, അതായത് 1 cubic വാട്ടറിന് എത്രമാത്രം ഏരിയ ഇറിഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ളത്. ഇറ്റ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ ഏരിയ ഓഫ് ക്രോപ്പ് ഇറിഗേറ്റഡ് ആൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് ഇറിഗേഷൻ വാട്ടർ റിക്വയർഡ് ഡ്യൂറിങ് ദ എൻറ്റയർ പീരിയഡ് ഓഫ് ദ ഗ്രോത്ത് ഓഫ് ദ ക്രോപ്സ്. അടുത്തത് ഡെൽറ്റ. ഡെൽറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് ഡെപ്ത് ഓഫ് വാട്ടറിന്. ഡെൽറ്റ എന്ന് കേൾക്കുമ്പോൾ ഓർത്തണം ഡെപ്ത് ആണത് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്. It is the depth of water required by a crop during the entire period of the crop in the field and is denoted by the symbol delta. നമ്മൾ മാത്തമാറ്റിക്കലി യൂസ് ചെയ്യുന്ന ഡെൽറ്റ എന്നുള്ള സിമ്പിൾ തന്നെയാണ് ഡെൽറ്റ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു ക്രോപ്പിന് അതിൻ്റെ ത്രൂ ഔട്ട് ക്രോപ്പിംഗ് പീരിയഡിനും വേണ്ടി വരുന്ന ഡെപ്ത് ഓഫ് വാട്ടർ എത്ര ആണോ അതിനെയാണ് നമ്മൾ ഡെൽറ്റ എന്ന് വിളിക്കുന്നത്. ഇനി ഒരു ടേം കൂടെ അറിഞ്ഞിരിക്കണം, ബേസ് പീരിയഡ്. ദ ടൈം ബിറ്റ്വീൻ ഫസ്റ്റ് വാട്ടറിംഗ് ഓഫ് എ ക്രോപ്പ് അറ്റ് ദ ടൈം ഓഫ് സോയിങ് ടു ഇറ്റ്സ് ലാസ്റ്റ് വാട്ടറിംഗ് ബിഫോർ ഹാർവെസ്റ്റിംഗ്. അതായത് ക്രോപ്പ് നമ്മൾ നടുമ്പോഴുള്ള
നടുന്ന ടൈമിലുള്ള ആദ്യത്തെ വാട്ടറിങ് തൊട്ട് അവസാനം ഹാർവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള അവസാനത്തെ വാട്ടറിങ് വരെയുള്ള ടൈം പീരീഡിനെയാണ് നമ്മൾ ബേസ് പീരീഡ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ഇൻ ഡേയ്സ്. ഇനി നമ്മളിപ്പോൾ പറഞ്ഞ ഡ്യൂട്ടി, ഡെൽറ്റ, ബേസ് പീരീഡ്, ഈ 3 ടേംസോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാംസിന് ഒന്നെങ്കിൽ ഈ ഡ്യൂട്ടി, ഡെൽറ്റ, ബേസ് പീരീഡിൻ്റെ ഡെഫിനേഷനായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഏത് യൂണിറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇവയെ എക്സ്പ്രസ് ചെയ്യുന്നത് എന്നതും ചോദിക്കാം. അല്ലെങ്കിൽ 1-2 പ്രാവശ്യം ഈ റൈസ്, വീറ്റ്, ഷുഗർ കെയിൻ ഈ 3 ക്രോപ്സിൻ്റെ ആവറേജ് ഡെൽറ്റ വാല്യൂ എത്ര ആണെന്നുള്ളതും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. റൈസിന് വരുന്ന ആവറേജ് ഡെൽറ്റ ഇൻ സെൻറ്റിമീറ്റേഴ്സ് 120 ആണ്. 120 സെൻറ്റിമീറ്റർ ഡെപ്ത് ഓഫ് വാട്ടറാണ് റൈസിന് നമുക്ക് വേണ്ടി വരുന്നത്. വീറ്റിനാണെങ്കിൽ 40 സെൻറ്റിമീറ്റർ വാട്ടേഴ്സ് ഡെൽറ്റ മതി. ഷുഗർ കെയിന് 90 സെൻറ്റിമീറ്റർ ഡെൽറ്റയാണ് വേണ്ടി വരുന്നത്. അപ്പോൾ ഈ 3 ക്രോപ്സിന് മാത്രം ഒന്ന് നോക്കി വെക്കുക. റൈസിന് 120, വീറ്റിന് 40, ഷുഗർ കെയിന് 90. ഇനി നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ഇക്വേഷൻ, റിലേഷൻ, ഈ ഡ്യൂട്ടി, ഡെൽറ്റ, ബേസ് പീരീഡിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷനോട് നോക്കി വെക്കാം. അപ്പോൾ ആദ്യം ഡെൽറ്റ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് മീറ്റർ. നമ്മൾ പറഞ്ഞു ഡെൽറ്റ എപ്പോഴും ഡെപ്ത് ഓഫ് വാട്ടർ ആണ് എക്സ്പ്രസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററിലാണ് മിക്കപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത്. ബേസ് പീരീഡ് നമ്മൾ പറഞ്ഞു ഡേയ്സിലാണ് എക്സ്പ്രസ് ചെയ്യുന്നതെന്നും. ഡ്യൂട്ടി വരുന്നത് ഹെക്ടേഴ്സ് പെർ ക്യൂമെക്കിൽ, എത്ര 1 മീറ്റർ ക്യൂബ് വാട്ടർ കൊണ്ട് എത്ര ഏരിയ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇറിഗേറ്റ് ചെയ്യാം എന്നതാണ് ഡ്യൂട്ടി എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡ്യൂട്ടി വിൽ ബി റെപ്രസെൻറ്റഡ് യൂസിങ് ഹെക്ടേഴ്സ് പെർ ക്യൂമെക്. അപ്പോൾ ഇനി ഇത് 3നോട് കണക്റ്റഡ് ആയിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ ഇസ് ഈക്വൽ ടു 8.64 B/D. വളരെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. 8.64 ഇൻറ്റു ബേസ് പീരീഡ് ഡിവൈഡഡ് ബൈ ഡ്യൂട്ടി. ഇതാണ് ഈ 3 ടേംസ് തമ്മിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ പ്രോബ്ലംസും അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഇനിയും അടുത്ത ടേമാണ് ക്രോപ്പ് പീരീഡ്. ഇപ്പോൾ ക്രോപ്പ് പീരീഡ് നേരത്തെ നമ്മളൊന്ന് മെൻഷൻ ചെയ്തതാണ്. ദ ടൈം ദാറ്റ് എ ക്രോപ്പ് ടേക്സ് ഫ്രം ദ ഇൻസ്റ്റൻറ്റ് ഓഫ് ഇറ്റ്സ് സോയിങ് ടു ദാറ്റ് ഓഫ് ഇറ്റ്സ് ഹാർവെസ്റ്റ്. നമ്മൾ അതിൻ്റെ സീഡ്സ് സോ ചെയ്യുന്ന തൊട്ട് അത് ഹാർവെസ്റ്റ് ചെയ്യുന്ന വരെയുള്ള ടൈം പീരീഡിനെയാണ് നമ്മൾ ക്രോപ്പ് പീരീഡ് എന്ന് വിളിക്കുന്നത്. ബേസ് പീരീഡ് ഓഫ് എ ക്രോപ്പ് ഇസ് സ്ലൈറ്റ്ലി ലെസ് ദാൻ ഇറ്റ്സ് ക്രോപ്പ് പീരീഡ്. ഇപ്പം നമ്മൾ നേരത്തെ ബേസ് പീരീഡ് പറഞ്ഞായിരുന്നു. നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള അവസാനത്തെ വാട്ടറിങ് വരെയുള്ള ടൈം പീരീഡിനെയാണ് നമ്മൾ ബേസ് പീരീഡ് എന്ന് വിളിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ക്രോപ്പ് പീരീഡ് ഹാർവെസ്റ്റ് ചെയ്യുന്നത് വരെയുള്ള ടൈമുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും ബേസ് പീരീഡ് ക്രോപ്പ് പീരീഡിനെക്കാട്ടിലും സ്ലൈറ്റ്ലി ചെറുതായിരിക്കും. അടുത്ത ടേമാണ് ഗ്രോസ് കമാൻഡഡ് ഏരിയ, GCA. ഇപ്പം എന്താണ് ഗ്രോസ് കമാൻഡഡ് ഏരിയ? ഒരു കനാൽ സിസ്റ്റം ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നമുക്ക് ഇവിടെ ഒരു റിവറിൽ നിന്ന് കനാൽ സിസ്റ്റം എടുത്തേക്കുന്നത് കാണാം. ഈ കനാൽ സിസ്റ്റത്തിന് ടോട്ടൽ എത്ര ഹെക്ടേഴ്സ് ഓഫ് ഏരിയ ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുമോ അതിനെയാണ് ഗ്രോസ് കമാൻഡ് ഏരിയ എന്ന് വിളിക്കുന്നത്. The gross commanded area is the total area lying between drainage boundaries which can be commanded or irrigated by a canal system. ഒരു പർട്ടിക്കുലർ സിസ്റ്റം ഓഫ് ഇറിഗേഷൻ വെച്ച് നമുക്ക് എത്ര ഏരിയ മൊത്തത്തിൽ ഇറിഗേറ്റ് ചെയ്യാവോ അതിനെയാണ് നമ്മൾ ഗ്രോസ് കമാൻഡഡ് ഏരിയ അല്ലെങ്കിൽ GCA എന്ന് വിളിക്കുന്നത്. ഇനി ഈ GCAയിൽ എല്ലാം കൾട്ടിവബിൾ ആയിട്ടുള്ള ഏരിയാസ് ആവണമെന്നില്ല. കുറേ വേസ്റ്റ് ലാൻഡ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കുന്നുകളൊക്കെ ഉണ്ടായിരിക്കും കൾട്ടിവേഷൻ ഒന്നും ചെയ്യാത്ത. അപ്പോൾ ഇവിടെ എല്ലാം ഈ കനാൽ സിസ്റ്റത്തിൽ നിന്ന് വാട്ടർ നമുക്ക് എത്തിക്കാൻ പറ്റും. പക്ഷേ ഇവയൊന്നും കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവില്ല, കൃഷി ചെയ്യുന്ന ഏരിയാസ് ആകണമെന്നില്ല. അപ്പോൾ അവിടെയാണ് നമുക്ക് ഈ അടുത്ത ടേം സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്നത്, കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ. The gross commanded area also contains unfertile barren land, ആൽക്കലൈൻ സോയിൽ, അതേപോലെ പോണ്ടുകൾ, ലേക്സ്, വില്ലേജ് ഏരിയാസും ഇങ്ങനെ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റാത്ത കൃഷിയിടങ്ങളല്ലാത്ത ഏരിയാസും ഇതിൽ കാണും. ദീസ് ഏരിയാസ് ആർ നോൺ ആസ് അൺകൾട്ടിവബിൾ ഏരിയാസ്. The remaining area on which crops can be grown satisfactorily is known as culturable commanded area, CCA. അപ്പോൾ ഗ്രോസ് കമാൻഡഡ് ഏരിയയിൽ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റാത്ത ഏരിയാസ് സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസാണ് GCA, കൾച്ചറബിൾ കമാൻഡഡ്, CCA, കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ. ഇനി കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ ക്യാൻ ബി ഫർദർ ക്ലാസിഫൈഡ് ആസ് കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ. അതായത് ഇപ്പം നമ്മൾ GCAയിൽ നിന്ന് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റാത്ത ഏരിയാസ് എല്ലാം കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് നമുക്ക് കിട്ടി. ഇനി ഈ കൃഷി ചെയ്യാൻ പറ്റുന്ന ഏരിയാസിൽ എല്ലാം ഒന്നും ഒരേ സമയത്ത് കൃഷി ചെയ്യത്തില്ല. അതായത് ഇപ്പം നമ്മൾ ക്രോപ്പ് സീസൺസ് പറഞ്ഞല്ലോ, ഖാരിഫ് സീസൺ, റാബി സീസൺ, അതേപോലെ പല സീസൺ കാരണം അല്ലെങ്കിൽ ചില കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഈ നമ്മൾ മൊത്തം ഏരിയയും കൂടി ഇറിഗേറ്റ് ചെയ്യുവാണെങ്കിൽ ഈ വാട്ടർ ലോഗിങ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. വാട്ടർ ലോഗിങ് എന്ന് പറയുന്നത് വെള്ളം കെട്ടി നിൽക്കും, അത് താഴേക്ക് പെൻട്രേറ്റ് ചെയ്ത് ഡ്രെയിൻ ആയി പോകത്തില്ല.
അപ്പോൾ ആ വാട്ടർ ലോഗിങ് വഴി സോയിലിന് ഇഷ്യൂസൊക്കെ ഉണ്ടാകാം. അതേപോലെ ചില കൃഷിയിടങ്ങളിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ വർഷമായിട്ട് കൃഷി ചെയ്തു, അപ്പോൾ അതിൻ്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെട്ടു. അപ്പോൾ കുറേ നാളത് കൃഷി ചെയ്യാതിടും, വീണ്ടും സോയിൽ ഫെർട്ടൈലായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഏരിയാസ് ചിലപ്പം ഉണ്ടാകാം. അപ്പോൾ അതൊന്നും എല്ലാ വർഷവും അല്ലെങ്കിൽ ത്രൂ ഔട്ട് ഒരേ സമയത്ത് ഈ ഏരിയ മൊത്തം കൾട്ടിവേറ്റ് ചെയ്യണമെന്നില്ല. ഇടയ്ക്കൊക്കെ ചില പ്ലോട്ട്സൊക്കെ വേക്കൻ്റ് ആയിട്ട് ഇടുകയും ചെയ്യും. അല്ലെങ്കിൽ ചിലതൊക്കെ പാസ്ചർ ലാൻഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് കൃഷി ചെയ്ത് ഹാർവെസ്റ്റ് ചെയ്ത് ക്രോപ്പെല്ലാം എടുത്തതിന് ശേഷം ബാക്കി വരുന്ന വേസ്റ്റൊക്കെ അല്ലെങ്കിൽ ചെറിയ ഇതേപോലത്തെ ചെറിയ പ്ലാന്റ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിളിച്ച് നിൽപ്പുണ്ടായിരിക്കും. അതൊക്കെ കാറ്റലിന് പാസ്ചർ ലാൻഡായിട്ട് യൂസ് ചെയ്യാനൊക്കെ വിട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ റീസൺസ് കാരണം നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാത്ത ഏരിയാസും ഉണ്ടായിരിക്കും. അപ്പോൾ കൾട്ടിവേറ്റഡ് ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഏരിയ ഇൻ വിച്ച് ക്രോപ്പ് ഇസ് ഗ്രോൺ അറ്റ് എ പെർട്ടിക്കുലർ ടൈം ഓർ ക്രോപ്പ് സീസൺ. ഏതെങ്കിലും ഒരു ക്രോപ്പ് സീസൺ നോക്കുമ്പോൾ ഈ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസിൽ എത്ര ഏരിയ കൾട്ടിവേറ്റഡ് ആണ്, അതാണ് കൾട്ടിവേറ്റഡ് ഏരിയ. ഇനി അൺകൾട്ടിവേറ്റഡ് ഏരിയ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ട് പാസ്ചർ ലാൻഡായിട്ട് വിട്ട കുറച്ച് സ്ഥലം, അല്ലെങ്കിൽ വാട്ടർ ലോഗിങ് ചാൻസസ് ഉള്ള സ്ഥലം, അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി നഷ്ടപ്പെട്ടു വീണ്ടും ഫെർട്ടൈൽ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നാളത്തേക്ക് കൃഷിയൊന്നും ചെയ്യാതെ വിടുന്ന സ്ഥലം, ഇതെല്ലാം അൺകൾട്ടിവേറ്റഡ് ഏരിയയുടെ അണ്ടറിൽ വരും. ഇറ്റ് ഈസ് ഏരിയ ഇൻ വിച്ച് ക്രോപ്പ് ഇസ് നോട്ട് സോൺ ഇൻ എ പെർട്ടിക്കുലർ സീസൺ. Such area is kept under no cultivation due to the following reasons: to increase the fertility of the soil, which has been reduced due to intensive cultivation, to provide pasture land for animals, the crop to be sown in that land has different crop season, അല്ലെങ്കിൽ to protect the land from the possible danger of water logging. ഇപ്പോൾ ത്രൂ ഔട്ട് മുഴുവൻ ഏരിയയും നമ്മൾ ഇറിഗേറ്റ് ചെയ്യുവാണ് എങ്കിൽ വാട്ടർ ലോഗിങ്ങിൻ്റെ ചാൻസസ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഏരിയ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാതെ വിടും. അപ്പോൾ ഇതാണ് അൺകൾട്ടിവേറ്റഡ് ഏരിയ വരാനുള്ള റീസൺസ് ഇത്രയാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ ആണ്. The entire cultivable commanded area is not proposed to be irrigated at one time. നമ്മൾ നേരത്തെ പറഞ്ഞു മൊത്തം ഏരിയ നമ്മൾ ഒരുമിച്ച് കൾട്ടിവേറ്റ് ചെയ്യത്തില്ല. റീസൺ ഫോർ ദിസ് ഇസ് ദാറ്റ് ഇൻറ്റൻസീവ് ഇറിഗേഷൻ കോസസ് ഓവർ ഇറിഗേഷൻ ആൻഡ് വാട്ടർ ലോഗിങ്. അതായത് ഇപ്പം നമുക്കൊരു 10 ഹെക്ടർ ലാൻഡ് കനാലിന് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ 10 ഹെക്ടർ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ഈ 10 ഹെക്ടർ നമ്മൾ ഒരേ സീസണിൽ കൾട്ടിവേറ്റ് ചെയ്യത്തില്ല. കാരണം ഇത് ഒരേ സമയത്ത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇറിഗേഷൻ കൊടുക്കുമ്പോൾ അതിൽ വാട്ടർ ലോഗിങ്ങും അതേപോലത്തെ ഓവർ സാച്ചുറേഷനൊക്കെ സോയിലിനുണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഡ്യൂ ടു ഷോർട്ടേജ് ഓഫ് ഇറിഗേഷൻ വാട്ടർ എക്സ്റ്റെൻസീവ് ഇറിഗേഷൻ ഇസ് പ്രിഫേർഡ് ടു ഇൻറ്റൻസീവ് ഇറിഗേഷൻ. ഇപ്പം മറ്റൊരു റീസൺ ഇറിഗേഷൻ ചെയ്യാനുള്ള വെള്ളത്തിൻ്റെ ഷോർട്ടേജ് ഉണ്ടെങ്കിലും മൊത്തം ആ 10 ഹെക്ടർ ഇറിഗേറ്റ് ചെയ്യാതെ അത്യാവശ്യം വേണ്ട കുറച്ച് ഏരിയാസ് മാത്രം ഇറിഗേറ്റ് ചെയ്ത് ബാക്കി നമ്മൾ ബാരനായിട്ട് വിടുവാണ് ചെയ്യുന്നത്. Due to such reasons, only a certain percentage of the cultivable land is brought under irrigation seasonally. This percentage of CCA proposed to be irrigated seasonally is called intensity of irrigation. ഇപ്പോൾ കൾച്ചറബിൾ കമാൻഡഡ് ഏരിയയിൽ എത്ര പെർസെൻറ്റേജ് ആണോ നമ്മൾ ഒരു പർട്ടിക്കുലർ സീസണിൽ ഇറിഗേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെയാണ് ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ എന്ന് വിളിക്കുന്നത്. ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ ഇസ് therefore defined as the ratio of actually irrigated area during a crop season to the net irrigable അല്ലെങ്കിൽ ഇറിഗബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്നാണ്. നെറ്റ് ഇറിഗബിൾ കമാൻഡഡ് ഏരിയ. അപ്പോൾ എത്രയാണ് ആക്ച്വലി നമ്മൾ ഇറിഗേറ്റ് ചെയ്യുന്നത് ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര ഏരിയ നമുക്ക് ഇറിഗേറ്റ് ചെയ്യാം, അതിൻ്റെ റേഷ്യോയാണ് നമ്മൾ ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ടേംസ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഡ്യൂട്ടി, ഡെൽറ്റ, ബേസ് പീരിയഡ്, ഇത് മൂന്നും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസ്. പിന്നെ നമ്മൾ പറഞ്ഞ ഈ കൾട്ടിവേറ്റഡ് ഏരിയ, കമാൻഡഡ് ഏരിയ, അപ്പോൾ ഇങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് ടേംസ് ഒക്കെയാണ് ഫോക്കസ് ചെയ്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.